ഗുഡ് മോർണിംഗ്. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന ഈ ചാപ്റ്ററിലെ വേറൊരു ഭാഗത്തിലേക്കാണ് നമ്മളിപ്പോൾ കടക്കുന്നത്. ഓർഗൻ ആൻഡ് ഓർഗൻ സിസ്റ്റം. നമ്മൾ ആദ്യത്തെ ഭാഗത്തിൽ എന്താണ് കണ്ടത്? എന്തൊക്കെയാണ് ടിഷ്യൂസ് എന്ന് പറഞ്ഞു. ടിഷ്യൂസിൻ്റെ 4 ടൈപ്സും അല്ലേ. ഇനി അടുത്തതാണ് ഓർഗൻ ആൻഡ് ഓർഗൻ സിസ്റ്റം. The basic tissues mentioned above organize to form organs which in turn associate to form organ systems in the multicellular organisms. ഞാൻ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ പറഞ്ഞായിരുന്നല്ലേ, അത് തന്നെ ഉള്ളൂ. അതായത് ഓരോ സെല്ലുകൾ ചേർന്നാണ് ടിഷ്യൂസ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ പഠിച്ച എല്ലാ ടിഷ്യൂസും ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്ത് ഓർഗനൈസ് ചെയ്തിട്ടാണ് ഓർഗൻസ് ഉണ്ടാവുന്നത്. നമ്മുടെ ശരീരത്തിൽ ഓരോ ഓർഗൻസ് ഇല്ലേ, അതുപോലെ ഓർഗൻസ് ഉണ്ടാവുന്നത്. ഈ ഓർഗൻസ് എല്ലാം പർട്ടിക്കുലർലി അറേഞ്ച് ചെയ്തിട്ട് ഒരേ ഫങ്ഷൻ ചെയ്യുന്നത് ഒരേപോലെ ഒരേ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെ ഓർഗൻ സിസ്റ്റംസ് ഉണ്ടാവുന്നു. ഉള്ള മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്നത് ഇങ്ങനെയാണ്. Such an organization is essential for more efficient and better coordinated activities of millions of cells constituting the organism. Each organ in our body is made up of one or more type of tissues. അപ്പോൾ ഇങ്ങനൊരു ഓർഗനൈസേഷൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് മോർ എഫിഷ്യൻ്റ് ആയിട്ടും ബെറ്റർ കോർഡിനേറ്റഡ് ആയിട്ടും ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാൻ സാധിക്കുന്നത് അല്ലേ. ആൻഡ് ഈച്ച് ഓർഗൻ ഇൻ അവർ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വൺ ഓർ മോർ ടൈപ്പ് ഓഫ് ടിഷ്യൂസ്. നമ്മുടെ ബോഡിയിൽ ഓരോ ഓർഗൻ എടുക്കുമ്പോൾ ആ ഓർഗനിൽ ഇപ്പോൾ എപ്പിത്തീലിയൽ ടിഷ്യൂ മാത്രമല്ല, എപ്പിത്തീലിയൽ ടിഷ്യൂ കവറിങ് ആയിട്ട് കാണും. പിന്നെ ഉള്ളിലായിട്ട് കണക്റ്റീവ് ടിഷ്യൂ കൊണ്ട് ഷീത്ത് ചെയ്തിട്ടുള്ള അകത്ത് മസിൽ ടിഷ്യൂസ് കാണും. പിന്നെ ഇതിനെ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ടായിരിക്കും ചിലപ്പം ന്യൂറൽ ടിഷ്യൂ ഉള്ളത് അല്ലേ. അപ്പോൾ എല്ലാ ടൈപ്പ് ഓഫ് ടിഷ്യൂസും, ഈ 4 ടൈപ്പ് ഓഫ് ടിഷ്യൂസും കൂടെ ചേർന്ന് കോർഡിനേറ്റഡ് ആയിട്ടായിരിക്കും ഒരു ഓർഗൻ ഉണ്ടാവുന്നത്. ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ അവർ ഹാർട്ട് കൺസിസ്റ്റ് ഓഫ് ഓൾ 4 ടൈപ്പ് ഓഫ് ടിഷ്യൂസ്. നമ്മൾ പറഞ്ഞ ഈ 4 ടൈപ്പ് ഓഫ് ടിഷ്യൂ ഹാർട്ടിലുണ്ട്. അതായത് എപ്പിത്തീലിയൽ ടിഷ്യൂ ഉണ്ട്, കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്, മസ്കുലാർ ആൻഡ് ന്യൂറൽ ടിഷ്യൂ ഇസ് ദെയർ ഇൻ ദ ഹാർട്ട്. We also notice after some careful study that the complexity in organ and organ systems displays certain disconcertable trend. This disconcertable trend is called evolutionary trend. You will study the details in chapter 12. ഓരോ ഓർഗൻ എടുക്കുമ്പോൾ അതിലെ കോംപ്ലക്സിറ്റി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ഒരു എവല്യൂഷണറി ട്രെൻഡാണ്. എവല്യൂഷൻ സംഭവിച്ചപ്പോൾ മാറി മറിഞ്ഞ് വന്ന ഓരോ കാര്യങ്ങളാണ്. അത് നമുക്ക് എവല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കുമ്പോൾ നന്നായിട്ട് മനസ്സിലാകും. ആൻഡ് യു ആർ ബീയിങ് ഇൻട്രൊഡ്യൂസ്ഡ് ടു മോർഫോളജി ആൻഡ് അനാട്ടമി ഓഫ് 3 ഓർഗാനിസംസ് അറ്റ് ഡിഫറെൻറ്റ് എവല്യൂഷണറി ലെവൽസ് ടു ഷോ ദെയർ ഓർഗനൈസേഷൻ ആൻഡ് ഫങ്ഷനിങ്. മോർഫോളജി റെഫേഴ്സ് ടു ദ സ്റ്റഡി ടു ഫോം ഓർ എക്സ്റ്റേണലി വിസിബിൾ ഫീച്ചേഴ്സ്. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ ഇനി പഠിക്കാൻ പോകുന്നത് എവല്യൂഷണറി ബേസിസിലായിട്ട് 3 ഓർഗാനിസത്തിനെ കുറിച്ചാണ്. ആ 3 ഓർഗാനിസം ഏതൊക്കെയാണ് നമുക്ക് താഴെ കാണാം. അതിൽ നമ്മൾ അതിൻ്റെ മോർഫോളജിയും അനാട്ടമിയും പഠിക്കുന്നുണ്ട്. എന്താണ് മോർഫോളജി? മോർഫോളജി റെഫേഴ്സ് ടു സ്റ്റഡി ഓഫ് ഫോം ഓർ എക്സ്റ്റേണലി വിസിബിൾ ഫീച്ചേഴ്സ്. എക്സ്റ്റേണലി വിസിബിൾ ആയിട്ടുള്ള ഫീച്ചർ, അതായത് പുറത്തുനിന്ന് കാണുമ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഫോം എങ്ങനെയാണ്, അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് മോർഫോളജി. In the case of plants or microbes, the term morphology precisely means only this. ഇത് നമ്മൾ ആനിമൽസിൻ്റെ കാര്യത്തിലല്ല, പ്ലാന്റ്സിൻ്റെ മൈക്രോബിൻ്റെയും കാര്യത്തിൽ പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് പഠിക്കുന്നേ ഉള്ളൂ. എന്നാൽ ഇൻ ദ കേസ് ഓഫ് ആനിമൽസ് ദിസ് റെഫേഴ്സ് ടു ദ എക്സ്റ്റേണൽ അപ്പിയറൻസ് ഓഫ് ദ ഓർഗൻസ് ഓർ പാർട്സ് ഓഫ് ദ ബോഡി. അപ്പം നമ്മൾ മറ്റേത് എക്സ്റ്റേണലി വിസിബിളായിട്ട് എങ്ങനെയാണെന്നുള്ളതാണ് പ്ലാന്റ്സിൻ്റെയും മൈക്രോബിൻ്റെയും കാര്യം. എന്നാൽ ആനിമൽസിൻ്റെ കാര്യം വന്നപ്പം എക്സ്റ്റേണൽ അപ്പിയറൻസ് ഓഫ് ദ ഓർഗൻസ് ഓർ പാർട്സ് ഓഫ് ദ ബോഡി, അങ്ങനെയാണ്. ദ വേർഡ് അനാട്ടമി, അടുത്ത് നമ്മൾ പഠിക്കുന്നത് എന്താണ്? അനാട്ടമി. വേർഡ് അനാട്ടമി കൺവെൻഷനലി ഈസ് യൂസ്ഡ് ഫോർ ദ സ്റ്റഡി ഓഫ് മോർഫോളജി ഓഫ് ഇൻറ്റേർണൽ ഓർഗൻസ് ഇൻ ദ ആനിമൽസ്. അപ്പോൾ ഈ ആനിമൽസിൻ്റെ ബോഡിക്കകത്തുള്ള ഇൻറ്റേർണൽ ഓർഗൻസ് പഠിക്കുന്നത്, ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ മോർഫോളജി പഠിക്കുന്നതാണ് അനാട്ടമി എന്ന് ഇവിടെ പറഞ്ഞേക്കുന്നത്. You will learn the morphology and anatomy of earthworm, cockroach and frog, representing invertebrates and vertebrates. അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കുന്നത് എർത്ത് വേമും കോക്രോച്ചും ഫ്രോഗും ആണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ മോർഫോളജി ആൻഡ് അനാട്ടമി ഓഫ് ഓർഗാനിസംസ്. ദ ഫസ്റ്റ് വൺ ഈസ് എർത്ത് വേം. എന്താണ് എർത്ത് വേം? മണ്ണിരയില്ലേ, നമ്മൾ കർഷകൻ്റെ കൂട്ടുകാരൻ, കർഷകൻ്റെ കലപ്പ എന്നൊക്കെ വിളിക്കുന്നത്. യെസ്, ദാറ്റ് ഈസ് എർത്ത് വേം. എർത്ത് വേം ഈസ് എ റെഡിഷ് ബ്രൗൺ terrestrial invertebrate that inhabits the upper layer of moist soil.
അപ്പോൾ ഇവിടെ ഒറ്റ വാക്കിൽ ഇതുമാത്രം കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അപ്പിയറൻസ് എങ്ങനെയാണ്? ജനറലി റെഡിഷ് ബ്രൗൺ. എല്ലാവരും മണ്ണിരയെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ. ആൻഡ് ദ ടെറസ്ട്രിയൽ ഇൻവേർട്ടിബ്രേറ്റ്, ദേ ആർ ടെറസ്ട്രിയൽ ഇൻവേർട്ടിബ്രേറ്റ് ആൻഡ് ദേ ലിവ് ഇൻ ദ അപ്പർ ലെയർ ഓഫ് മോയിസ്റ്റ് സോയിൽ. മോയിസ്റ്റ് സോയിലിൻ്റെ അപ്പർ ലെയറിലായിട്ടാണ് നമുക്കിങ്ങനെ എർത്ത് കാണുന്നത്. അതായത് മോയിസ്റ്റ് സോയിൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കുമ്പോൾ തന്നെ ആ മേളത്തെ ലെയർ ഇങ്ങനെ ഒന്ന് കിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും മണ്ണിരകളെ അല്ലേ. ദാറ്റ് ഈസ് ഫെർട്ടൈൽ സോയിൽ ആയിരിക്കും അത്. ഡ്യൂറിങ് ഡേ ടൈം ദേ ലീവ് ഇൻ ബറോസ് മെയ്ഡ് ബൈ ബോറിങ് ആൻഡ് സ്വാളോയിങ് ദ സോയിൽ. അപ്പം ഡേ ടൈമിൽ അത് ബറോസിലും അതുപോലെ തന്നെ മണ്ണിനകത്ത് തന്നെയാണ്, മണ്ണിൽ ബറോസ് ഉണ്ടാക്കി അതിലായിരിക്കും ഇത് കഴിയുന്നത്. ഇൻ ദ ഗാർഡൻസ് ദേ ക്യാൻ ബി ട്രേസ്ഡ് ബൈ ദെയർ ഫീക്കൽ ഡിപ്പോസിറ്റ്സ് നോൺ ആസ് വേം കാസ്റ്റിങ്സ്. എന്താണ് വേം കാസ്റ്റിങ്സ്? നമ്മൾ കുരിശിക്കട്ട എന്നൊക്കെ പറയത്തില്ലേ, കുരിശിക്കട്ട എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ മലയാളത്തിൽ. നമ്മുടെ ഗാർഡൻസിൽ നമ്മുടെ മുറ്റത്തൊക്കെ കാണാൻ പറ്റും. മണ്ണിൻ്റെ ഇങ്ങനെ ഒരു കൂട്ടം പോലെ, ഒരു മണ്ണിൻ്റെ ഒരു കട്ട പോലെ ഇങ്ങനെ ഇരിക്കും. അതാണ് വേം കാസ്റ്റിംഗ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഫീക്കൽ ഡിപ്പോസിറ്റ് ഓഫ് എർത്ത് വേം. എർത്ത് വേം സ്വാളോ ചെയ്യുന്നതും സോയിലാണ്. അതിൻ്റെ ഫീക്കൽ ഡിപ്പോസിറ്റാണ് ഈ വേം കാസ്റ്റിംഗ് അഥവാ നമ്മൾ പറയുന്ന കുരിശിക്കട്ട എന്ന് പറയുന്ന സാധനം. ഓക്കെ. ദ കോമൺ ഇന്ത്യൻ എർത്ത് വേംസ് ആർ ഫെററ്റിമ ആൻഡ് ലംബ്രിക്. കോമൺ ഇന്ത്യൻ എർത്ത് വേംസിൻ്റെ പേരാണ് ഫെററ്റിമ ആൻഡ് ലംബ്രിക്കസ്. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു എർത്ത് വേമിനെ കുറിച്ചുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ മോർഫോളജിയിലേക്ക് പോകാം. മോർഫോളജി. എർത്ത് വേംസ് ഹാവ് ലോങ് സിലിണ്ട്രിക്കൽ ബോഡി അല്ലേ. അപ്പിയറൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയാണ്. ലോങ് സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള ബോഡി ഉള്ളതാണ് എർത്ത് വേംസ്. ദ ബോഡി ഈസ് ഡിവൈഡഡ് ഇൻ ടു മോർ ദാൻ 100 ഷോർട്ട് സെഗ്മെൻറ്റ്സ് വിച്ച് ആർ സിമിലർ. 100 കണക്കിന് അല്ലെങ്കിൽ 100 കൂടുതൽ ഷോർട്ട് സെഗ്മെൻറ്റുകളായിട്ടാണ് അവരുടെ ബോഡി ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ആ ഓരോ സെഗ്മെൻറ്റും സിമിലറാണ്. ഇപ്പം 100 ഡിവിഷൻസ് ഉണ്ടെങ്കിൽ 100 സെഗ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ 100 എണ്ണവും സിമിലർ ആയിട്ടുള്ള ഓരോന്നായിരിക്കും. അതിൽ ഒരു സെഗ്മെൻറ്റിൽ ഒരെണ്ണം വേറെ സെഗ്മെൻറ്റിൽ വേറെ രീതിയിൽ അങ്ങനെയല്ല, എല്ലാം സിമിലർ ആണ്. മനസ്സിലായി? അതിനെയാണ് നമ്മൾ മെറ്റാമിയേഴ്സ് എന്ന് വിളിക്കുന്നത്. മെറ്റാമിയേഴ്സ് എബൌട്ട് 100 to 120 ഇൻ നമ്പർ. അപ്പോൾ ഓരോ സെഗ്മെൻറ്റിനെയും വിളിക്കുന്ന പേരാണ് മെറ്റാമിയർ. ഈ മെറ്റാമിയറിൻ്റെ നമ്പർ 100 to 120 ആയിരിക്കും. അപ്പോൾ ഒരു എർത്ത് വേമിൽ 100 to 120 metameres will be there and they will be similar. Dorsal surface of the body is marked by a dark median dorsal line along the longitudinal axis of the body. അപ്പം നമ്മൾ അതിൻ്റെ പുറം എടുക്കുകയാണെങ്കിൽ ഡോർസൽ സർഫസ് അറിയാമല്ലോ, അതിൻ്റെ പുറം ഭാഗം നമ്മൾ പുറത്ത് കാണുന്നത് ഈ അടിവശമാണ് വെൻട്രൽ സർഫസ് എന്ന് പറയുന്നത്. ഈ ഡോർസൽ സർഫസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡോർസൽ സർഫസിൽ അതിൻ്റെ മീഡിയൻ നടുക്കൂടെ നമുക്കൊരു ലൈൻ ഇങ്ങനെ പോകുന്ന കാണാൻ പറ്റും. അതായത് ഇതിപ്പോൾ ഡോർസൽ സർഫസ് ആണെങ്കിൽ അതിൻ്റെ മീഡിയലായിട്ട് ഒരു ലൈൻ ഇങ്ങനെ പോകുന്നു. ആ ഒരു ലൈൻ എന്ന് പറയുന്നത് ഡോർസൽ ബ്ലഡ് വെസൽ ആയിരിക്കും. അതൊരു ഏത് കളറിൽ കാണും? ഒരു ഡാർക്ക് കളറിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും. വെയിൻസ് ഒക്കെ നമുക്കിങ്ങനെ പുറത്തൂടെ കാണില്ലേ, അതേപോലെ കാണാൻ പറ്റും. അതിൻ്റെ ഡോർസൽ ബ്ലഡ് വെസലാണ് നമ്മൾ ആ കാണുന്ന ഒരു ഡാർക്ക് മീഡിയൻ ലൈൻ എന്ന് പറയുന്നത്. The ventral surface is distinguished by the presence of genital openings, that is pores. വെൻട്രൽ സർഫസിൽ എന്തായിരിക്കും? ജെനൈറ്റൽ ഓപ്പണിങ്സ്, ഒരു ചെറിയ പോർ പോലെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു മണ്ണരയെ പിടിച്ചിട്ട് അതിൻ്റെ ഡോർസൽ സർഫസും വെൻട്രൽ സർഫസും തിരിച്ചറിയാൻ പറഞ്ഞാൽ എങ്ങനെയാണ്? ഡോർസൽ സർഫസിൽ ഒരു മാർക്കിംഗ് കാണും, ഒരു ഡാർക്ക് കളറായിട്ടൊരു ലൈനിങ് ഇങ്ങനെ പോകുന്നതായിട്ട് കാണാം. വെൻട്രൽ സർഫസിലോ ജെനൈറ്റൽ പോർസ്, അതായത് ജെനൈറ്റൽ ഓപ്പണിംഗ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് മണ്ണരയുടെ ഡോർസൽ സൈഡും വെൻട്രൽ സൈഡും തിരിച്ചറിയാം. Anterior end consists of the mouth and prostomium, a lobe which serves as a covering of the mouth and as a wedge to force open cracks in the soil into which the earthworm may crawl. അപ്പോൾ അതിൻ്റെ നമ്മളിപ്പോൾ അതിൻ്റെ മുൻവശവും പുറവശവും എങ്ങനെ തിരിച്ചറിയുക അല്ലേ? ആൻറ്റീരിയർ എൻഡിൽ, അതായത് അതിൻ്റെ ഏറ്റവും മുന്നിലത്തെ എൻഡിലായിട്ട് അതിന് ഒരു മൗത്ത് ഉണ്ട്. ആ മൗത്തിൽ തന്നെ മൗത്തുണ്ട്. ആ മൗത്തിൻ്റെ അവിടെയായിട്ട് പ്രോസ്റ്റോമിയം എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. ഈ പ്രോസ്റ്റോമിയം എന്ന് പറയുന്നത് ഒരു ലോബാണ് ശരിക്കും. ആൻഡ് ദിസ് ലോബ് എന്തിനു വേണ്ടിയിട്ടാണ്? ദാറ്റ് കവേഴ്സ് ദ മൗത്ത്. ആ മൗത്തിനെ കവർ ചെയ്തിട്ടായിരിക്കും പ്രോസ്റ്റോമിയം ഉണ്ടായിരിക്കുന്നത്. ഈ പ്രോസ്റ്റോമിയത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോയിലേക്ക് അതിനെ ഇങ്ങനെ അത് വെഡ്ജ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിങ്ങനെ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ
സോയിലല്ലേ ജീവിക്കുന്നത്, അപ്പോൾ സോയിലിലേക്ക് ഇങ്ങനെ നുഴഞ്ഞ് കയറാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് അതിനെ സഹായിക്കുന്നത് ഈ മൗത്തിനെ കവർ ചെയ്തിട്ടുള്ള പ്രോസ്റ്റോമിയമാണ്. ഇറ്റ്സ് ജസ്റ്റ് എ ലോബ്. ദ പ്രോസ്റ്റോമിയം ഈസ് സെൻസറി ഇൻ ഫങ്ഷൻ. അപ്പം ഈ പ്രോസ്റ്റോമിയത്തിന് ഒരു ഫംഗ്ഷൻ കൂടെ ഉണ്ട്, സെൻസറി ഫംഗ്ഷനും കൂടെ. അതായത് അപ്പോൾ അതിൻ്റെ മുന്നിൽ വരുന്ന സാധനങ്ങളെല്ലാം സെൻസ് ചെയ്യാൻ അതിന് സാധിക്കും. The first body segment is called the peristomium, that is buccal segment which contains the mouth. അപ്പം ആദ്യത്തെ ബോഡി സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് പെരിസ്റ്റോമിയമാണ്. രണ്ട് വാക്കും കൂടെ തിരിഞ്ഞു പോലെ കേട്ടോ. ഒന്ന് പ്രോസ്റ്റോമിയമാണ്, അത് ഫ്രണ്ടിലത്തെ ലോബാണ്, സെൻസറി ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ അതിനെ ഇങ്ങനെ ബറോ ചെയ്ത് പോകാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ലോബാണ് മൗത്തിനെ കവർ ചെയ്തിട്ടുള്ളത്, അതാണ് പ്രോസ്റ്റോമിയം. പെരിസ്റ്റോമിയം എന്ന് പറയുന്നത് ഫസ്റ്റ് സെഗ്മെൻറ്റ്, ഒരുപാട് സെഗ്മെൻറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു, ദാറ്റ് ഈസ് മെറ്റാമിയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് മെറ്റാമിയർ അല്ലെങ്കിൽ ഫസ്റ്റ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ബക്കൽ സെഗ്മെൻറ്റ്, അതാണ് പെരിസ്റ്റോമിയം. ഓക്കെ, ആ രണ്ട് വാക്കും തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഈ ഫിഗറിൽ നമുക്കത് കാണാൻ പറ്റും. ഇത് ഒരു എർത്ത് വേമിൻ്റെ ഏറ്റവും ആൻറ്റീരിയർ ആയിട്ടുള്ള പോർഷനാണ് നമുക്ക് വലുതാക്കി കാണിച്ചിരിക്കുന്നത്. ഇവിടെ കണ്ടോ ഒരു മൗത്ത് ഉണ്ട്, ആ മൗത്ത് ഓപ്പണിംഗ് നമുക്കിവിടെ കാണാം. അതിനെ കവർ ചെയ്തിട്ടാണ് ആരുള്ളത്, ദിസ് പ്രോസ്റ്റോമിയം. ഓക്കെ, സെൻസറി ഫങ്ഷൻ കൂടി ഉണ്ട്. ആൻഡ് ദ ഫസ്റ്റ് സെഗ്മെൻറ്റ് കണ്ടോ, ഈ ആദ്യത്തെ ഈ സെഗ്മെൻറ്റ് കണ്ടോ, ഈ ആദ്യത്തെ ഈ സെഗ്മെൻ്റ് ആണ് പെരിസ്റ്റോമിയം. ഓക്കെ, ഐ തിങ്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇത് ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് ഡോർസൽ വ്യൂ ആണ്. സെക്കൻഡ് ഫിഗർ എന്ന് പറയുന്നത് വെൻട്രൽ വ്യൂ ആണ്. അപ്പം ഇതിൻ്റെ ഓരോരോ മെറ്റാമിയേഴ്സ് കണ്ടോ, മെറ്റാമിയേഴ്സ് ഓരോ സെഗ്മെൻറ്റ്സ്. ആൻഡ് ഏനസ് ഉണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ ഡോർസൽ സർഫസ് ആണ് ഈ കാണുന്നത്. വെൻട്രൽ ഡോർസൽ സർഫസിൽ മീഡിയനായിട്ടൂടെ ഇങ്ങനൊരു ഡാർക്ക് ലൈനിങ് പോകുന്നുണ്ട്, അതെന്തായിരുന്നു, ബ്ലഡ് വെസൽ ആണെന്ന് ഡോർസൽ ബ്ലഡ് വെസൽ ആണ്. ആൻഡ് വെൻട്രൽ സർഫസിലെ മെയിനായിട്ട് എന്താണ് പ്രത്യേകത, വെൻട്രൽ സർഫസിലാണ് ജനൈറ്റൽ പോർസ് ഉള്ളത്. ഓക്കെ, ഇൻ എ മെച്യൂർ വേം segments 14 to 16 are covered by a prominent dark band of glandular tissue called clitellum. ഒരു മെച്യൂർ എർത്ത് വേമിൻ്റെ 14 to 16 സെഗ്മെൻറ്റ്സുകൾ എടുക്കുകയാണെങ്കിൽ അത് ഭയങ്കര പ്രോമിനൻ്റ് ആയിട്ട് ഡാർക്ക് ബാൻഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. There is a dark band of glandular tissue and that is called clitellum. This is an important point കേട്ടോ. 14 to 16 സെഗ്മെൻറ്റിൽ എന്ത് കാണാൻ പറ്റും, നമുക്ക് ക്ലൈറ്റെല്ലം എന്നൊരു സ്ട്രക്ചർ. അത് നമുക്ക് ഈ ഫിഗറിൽ കണ്ടോ, ക്ലൈറ്റെല്ലം നമ്മൾ എണ്ണുവാണെങ്കിൽ ആ 14 to 16 എന്ന് പറഞ്ഞ സെഗ്മെൻറ്റിൽ 14 മുതൽ 16 വരെയുള്ള ആ സെഗ്മെൻ്റ് ആണ് ക്ലൈറ്റെല്ലം എന്ന് പറയുന്നത്. Thus, the body is divisible into 3 prominent regions: pre-clitellar, clitellar and post-clitellar segments. അപ്പോൾ ഈ ക്ലൈറ്റെല്ലത്തിനെ വെച്ചിട്ട് നമുക്ക് ഈ എർത്ത് വേമിൻ്റെ ബോഡിയെ തിരിക്കാം. ക്ലൈറ്റെല്ലാർ റീജിയൻ, ഈ ക്ലൈറ്റെല്ലമുള്ള 14 to 16 എന്ന് പറഞ്ഞ സെഗ്മെൻ്റ് എന്ന് പറയുന്നത് ക്ലൈറ്റെല്ലാർ റീജിയൻ ആണ്. അതിന് മുന്നോട്ടുള്ള ഭാഗം പ്രീ ക്ലൈറ്റെല്ലാറും അതിന് ശേഷമുള്ള ഭാഗം ഈ താഴോട്ടുള്ളത് പോസ്റ്റ് ക്ലൈറ്റെല്ലാറും. അങ്ങനെ നമുക്ക് മൂന്നായിട്ട് ഈ എർത്ത് വേമിൻ്റെ ബോഡിയെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. 4 pairs of spermathecal aperture are situated on the ventrolateral sides of the intersegmental grooves. That is on the 5th and 9th segment. 5 to 9 സെഗ്മെൻറ്റിൽ വെൻട്രോലാറ്ററൽ സൈഡിൽ, അതായത് വെൻട്രൽ ആൻഡ് ലാറ്ററൽ, ആ വെൻട്രോലാറ്ററൽ സൈഡ് ഓഫ് എർത്ത് വേം എന്ന് പറയുന്നത് അവിടെ എന്ത് കാണാൻ പറ്റും, അവിടെ ആയിട്ട് spermathecal apertures ഉണ്ട്. So spermathecal apertures are present on the ventrolateral side of the intersegmental grooves, that is on the 5th to 9th segment. A single female genital pore is present in the mid-ventral line of 14th segment. അപ്പം ഫീമെയിൽ ജെനൈറ്റൽ പോർ എവിടെയാണ് കാണുന്നത്, മിഡ് വെൻട്രൽ ലൈൻ, വെൻട്രൽ സർഫസിലെ നടുക്ക് ഭാഗത്തായിട്ട് ആ ഒരു മിഡ് വെൻട്രൽ ലൈനിൻ്റെ 14ാമത്തെ സെഗ്മെൻറ്റിൻ്റെ മിഡ് വെൻട്രൽ ലൈനായിട്ട് നമുക്ക് ഫീമെയിൽ ജെനൈറ്റൽ പോർ കാണാൻ സാധിക്കും. A pair of male genital pore are present on ventrolateral side of 18th segment. അതേ ബോഡിയിൽ തന്നെയാണ് 18ാമത്തെ സെഗ്മെൻറ്റിൽ നമുക്ക് വെൻട്രോലാറ്ററൽ സൈഡിലായിട്ട് മെയിൽ ജെനൈറ്റൽ പോർ കാണാൻ സാധിക്കും. നമുക്ക് ഈ ഒരു ഫിഗറിൽ അത് കാണാൻ പറ്റും. അതായത് ഇതിപ്പോൾ വെൻട്രൽ സൈഡിലുള്ള വ്യൂ ആണെന്ന് പറഞ്ഞു. ഇതിൻ്റെ വെൻട്രലിൽ മീഡിയലായിട്ട് നടുക്കായിട്ടാണ് ഫീമെയിൽ ജെനൈറ്റൽ അപ്പേർച്ചർ വന്നേക്കുന്നത്. കണ്ടോ, ഈ ഒരു ഇതാണ് ഫീമെയിൽ ജെനൈറ്റൽ അപ്പേർച്ചർ. അതായത് 14ാമത്തെ സെഗ്മെൻറ്റിലാണ് ഫീമെയിൽ ജെനൈറ്റൽ അപ്പേർച്ചർ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ശരീരത്തിൻ്റെ മിഡിലായിട്ടാണ്
കണ്ടോ, ആ മിഡിൽ ഭാഗത്തല്ലേ ഏതുള്ളത്? ഫീമെയിൽ ജെനിറ്റൽ അപ്പർച്ചർ ഇസ് പ്രസന്റ് ഓൺ ദ മിഡ് വെൻട്രിക്കുലർ ലൈൻ ഓഫ് 14th segment. And on the 18th segment, male genital pores are present on the വെൻട്രോലാറ്ററൽ സൈഡ്. രണ്ട് സൈഡിലായിട്ടാണ്, വെൻട്രോലാറ്ററൽ സൈഡിലായിട്ടാണ് മെയിൽ ജെനിറ്റൽ പോർ കാണുന്നത്. അത് 18th segmentil. ഇത് രണ്ടും കാണുന്നത് ഒരു ബോഡിയിൽ തന്നെയാണെന്ന് ഓർക്കണം, ഫീമെയിലും മെയിലും. Numerous minute pores called nephridiopores open on the surface of the body. In each body segment, except the first and the last clitellum, there are rows of S-shaped setae embedded in the epidermal pits in the middle of each segment. Setae can be extended or retracted. Their principal role is locomotion. അപ്പോൾ ഈ ബോഡി സർഫസിലായിട്ട് മൈന്യൂട്ടായിട്ടുള്ള ന്യൂമറസ് പോറുകളുണ്ട്, അതാണ് നെഫ്രീഡിയോ പോർസ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഓരോ സെഗ്മെൻറ്റിലും എസ് ഷേപ്ഡ് ആയിട്ട് സീറ്റേസ് ഉണ്ട്. എല്ലാ സെഗ്മെൻറ്റിലും ഇല്ല, എക്സെപ്റ്റ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആൻഡ് ക്ലൈറ്റെല്ലാം. 14th to 16th സെഗ്മെൻ്റ് ആയിട്ടുള്ള ക്ലൈറ്റെല്ലാം, പിന്നെ അതുപോലെ ഫസ്റ്റ് സെഗ്മെൻറ്റ് പേരെന്തായിരുന്നു? പ്രോസ്റ്റോമിയം. ആൻഡ് ദ ലാസ്റ്റ് സെഗ്മെൻറ്റ്, ഈ 3 സെഗ്മെൻറ്റിലും എസ് ഷേപ്ഡ് ആയിട്ടുള്ള സീറ്റേസ് ഇല്ല. എന്നാൽ ബാക്കി എല്ലാ സെഗ്മെൻറ്റിലും നമുക്ക് സീറ്റേ കാണാൻ സാധിക്കും. ഈ സീറ്റേസ് ആർ പ്രസൻറ്റ് ഫോർ ലോക്കോമോഷൻ. നമ്മുടെ എർത്ത് വൈമിനെ മൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് ഈ സീറ്റേ എന്ന് പറയുന്നത്. ആൻഡ് ഈ സീറ്റേ ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ഓർ റിട്രാക്റ്റഡ്. നമ്മുടെ മസിൽസ് കൺട്രാക്ട് ചെയ്യും റിലാക്സ് ചെയ്യുന്നതും പോലെ തന്നെ സീറ്റേസിന് എക്സ്റ്റെൻഡ് ചെയ്യാനും റിട്രാക്ട് ചെയ്യാനും സാധിക്കുന്നു. അങ്ങനെയാണ് ഇതിന് മോഷൻ സഹായിക്കുന്നത്. അങ്ങനെയാണ് ലോക്കോമോഷന് വേണ്ടിയിട്ട് ഈ സീറ്റേസ് സഹായിക്കുന്നത്. ഇത്രയാണ് നമ്മുടെ എർത്ത് വർമിൻ്റെ മോർഫോളജി. നമുക്ക് അനാട്ടമി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.